ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും രൂപമായ ശ്രീരാമനെ അക്രമത്തിന് ശക്തി പകരാൻ ദുരുപയോഗം ചെയ്യുന്ന സംഘപരിവാറിൻ്റെ കറുത്ത മുഖം. ഞാനിപ്പോൾ ഇരിക്കുന്നത് ജാർഖണ്ഡിലെ ഖൻസവ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ തബ്രീസ് അൻസാരി, അദ്ദേഹത്തെ ഒരു പറ്റം ആളുകൾ പേര് ചോദിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിമൃഗീയമായി ഒരു പറ്റം ആളുകൾ തല്ലിക്കൊല്ലുകയുണ്ടായി. ഈ ചെറുപ്പക്കാരൻ്റെ കുടുംബാംഗങ്ങളാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 2 ചാച്ചന്മാർ, പിതാവ് മരിച്ചുപോയി, മാതാവ് മരിച്ചുപോയി, ഭാര്യ വിവാഹം ചെയ്തിട്ട് 2 മാസമായിട്ട്. പിന്നീട് പേര് തബ്രീസ് അൻസാരി എന്ന പേര് പറഞ്ഞതോട് കൂടിയിട്ട് ഒരു മരത്തിന് കെട്ടിയിട്ട് അദ്ദേഹത്തെ മൃഗീയമായിക്കൊണ്ട് രാത്രി 7 മണിക്കൂർ സമയം അദ്ദേഹത്തെ മൃഗീയമായ പീഡനത്തിന് വിധേയനാക്കി. അത് കഴിഞ്ഞ് രാവിലെ 4 മണിക്ക് പോലീസിൽ വിവരം അറിയിച്ചെങ്കിലും പോലീസ് വന്നത് 7 മണിക്കാണ്. അപ്പോഴത്തേക്കും തബ്രീസ് അൻസാരി മൃതപ്രായനായിരുന്നു. അവിടെ നിന്ന് പോലീസ് ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ കൊടുക്കുന്നതിന് പകരം ആശുപത്രിയിൽ നിന്ന് കുഴപ്പമില്ല എന്നുള്ള റെക്കോർഡുണ്ടാക്കി നേരെ ജയിലിലേക്ക് അയക്കുകയായിരുന്നു മോഷണക്കുറ്റത്തിന്. 4ാമത്തെ ദിവസം തബ്രീസ് അൻസാരി എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇപ്പോൾ പോലീസ് അന്വേഷണവും കാര്യമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ചികിത്സ നടത്തേണ്ട ഘട്ടത്തിൽ ആൾക്കൂട്ട ആക്രമണം നടക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്താൻ ഇവിടുത്തെ പോലീസ് ശ്രമം നടത്തിയില്ല. വളരെ ദരിദ്രമായ ചുറ്റുപാടിൽ ജീവിക്കുന്ന ആളുകളാണ്. ഈ വീട് ഇവിടുത്തെ വീടുകളൊക്കെ തന്നെ വളരെ പിന്നോക്ക പ്രദേശങ്ങളാണ്. വീടുകൾ ആളുകൾക്ക് കാര്യമായ വരുമാനമൊന്നുമില്ല. അപ്പോൾ ഇവരൊക്കെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ വളരെ അകലെയാണ്. അപ്പോൾ ഇത്തരമുള്ളൊരു ഘട്ടത്തിൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഈ വിഷയത്തിൽ ഇടപെടേണ്ടിയിരിക്കുന്നു. രാജ്യം മുഴുവനും അപലപിക്കുന്നു. നാളെ ഇതിനെതിരെ എൻ്റെ സംഘടനയും ഒരു ഒപ്പുശേഖരണ യജ്ഞം തുടങ്ങിയാണ് റാഞ്ചിയിൽ വെച്ചിട്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഉച്ചയ്ക്ക് ഇവിടെ എത്തിയത്. അല്പം വഴിയൊക്കെ തെറ്റി വളരെ ചുറ്റി ഏകദേശം 10-60 കിലോമീറ്റർ മറ്റൊരു റോഡിന് പോയി തിരിച്ച്. അതുകൊണ്ടാണ് ഈ വൈകി രാത്രി വേളയിൽ ഇവിടെ എത്തേണ്ടി വന്നത്. വല്ലാത്ത ഉൾപ്രദേശമാണ്. ഈ രാജ്യത്തെ ആൾക്കൂട്ട കൊലപാതകം നിരന്തരമായിട്ട്, അത് ഫഹ്ലു ഖാൻ ആയാലും റക്ബർ ഖാൻ ആയാലും അഖ്ലാഖ് ആയാലും അഫ്രാസുൽ ഖാൻ ആയാലും നിരന്തരമായി ഇപ്പോൾ തബ്രീസ് അൻസാരി വരെ നിരന്തരമായ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഈ രാജ്യത്ത് നടക്കുകയാണ്. ഇതിൻ്റെ ഒരു അന്ത്യം കുറിക്കുന്ന രൂപത്തിൽ ഒരു പുതിയ സംസ്കാരം, മനുഷ്യരായി കാണാൻ, മതത്തിൻ്റെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുന്ന ആ ഒരു സംസ്കാരം അവസാനിപ്പിച്ചുകൊണ്ട് ഇതിനൊരു അന്ത്യം കാണാൻ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. झारखंड में मॉब लिंचिंग की घटना ने पूरे देश को झकझोर कर रख दिया। पूरे देश में तबरेज की हत्या को लेकर लोगों में आक्रोश था। वहीं इस मामले को लेकर रांची के लोकतांत्रिक युवा जनता दल के नेताओं ने तबरेज अंसारी के परिवार और गांव वालों से मुलाकात कर घटना की जानकारी ली और भविष्य में ऐसी घटना फिर से ना हो, इसके लिए लोकतांत्रिक युवा जनता दल के नेताओं ने चिंता व्यक्त की। इसके साथ ही उन्होंने घटना की उच्च स्तरीय जांच की भी मांग की है। वहीं हम एक न्यायिक जांच को मांगता है। अब पुलिस और एसआईटी टीम का जांच चल रहा हो। पता है कि 1 बजे पुलिस को इन्फॉर्मेशन मिला था इसी हमला पर। 6 बजे तक पुलिस लोग उधर नहीं आया। वही लोग पुलिस संघ परिवार और भाजपा और ये नफरत राजनीति लोगों पर बहुत डर है, वह डर है, इसलिए उधर नहीं पहुंच गया। 6 बजे के बाद उसको एक अस्पताल में लाया। अस्पताल लोग स्वास्थ्य विभाग कुछ नहीं किया, उसे रिमांड में जेल में भेजा। 4 दिनों के बाद दूसरे अस्पताल में लाया था। भाई डॉक्टर्स उसको मर गया यही डिक्लेयर किया। മധ്യപ്രദേശിൽ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് മുസ്ലിം തൊഴിലാളികളെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കച്ചവടക്കാരെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിക്കുന്നതും ദുരുപയോഗം ചെയ്യുന്നതും ശ്രീരാമൻ്റെ പേര് തന്നെ. जितने भी दुकानदार
गद्दार साथी हैं, अपनी दुकानों से मुसलमान कर्मचारियों को निकालते हैं। अगर उन्होंने नहीं निकाला तो उनको कौम का गद्दार घोषित करके उनके दुकानों के बाहर पोस्टर लगाने का काम हम करेंगे। जय श्री राम।